ശിവഭഗവാൻ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു സാധാരണ ക്ഷേത്രത്തിന്റെ കഥയല്ല. പരശുരാമനും ശിവനും തമ്മിലുള്ള ദിവ്യ സംഗമത്തിന്റെ കഥയാണ്. പണ്ടൊരിക്കൽ പരശുരാമൻ ഭൂമിയെ 21 പ്രാവശ്യം അധർമ്മത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു. അവൻ നേടിയ ഭൂമിയൊക്കെ കശ്യപമുനിക്ക് ദാനം ചെയ്തു. ഒടുവിൽ അവന് നിൽക്കാൻ ഒരു ഭൂമിയും ശേഷിച്ചില്ല. അപ്പോൾ അവൻ തന്റെ പരശു കടലിലേക്കെറിഞ്ഞു. കടൽ പിന്മാറി. ഒരു പുതിയ ഭൂമി ഉയർന്നു. അതാണ് കേരളം. പക്ഷേ പരശുരാമന് ഭൂമി മാത്രം പോരായിരുന്നു. അവിടെ മഹാദേവന്റെ സാന്നിധ്യം വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനായി അവൻ കൈലാസത്തിലേക്ക് പോയി ശിവന്റെ മുന്നിൽ നിന്നു. ഈ ഭൂമിയെ അനുഗ്രഹിക്കണം എന്നപേക്ഷിച്ചു. ശിവൻ പുഞ്ചിരിച്ചു. അവന്റെ അഭ്യർത്ഥന സമ്മതിച്ചു. പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരോടൊപ്പം മഹാദേവൻ ഭൂമിയിലേക്കിറങ്ങി. പരശുരാമനൊപ്പം നടന്നു. ഒരു സ്ഥലത്ത് ശിവൻ നിന്നു, പിന്നെ അപ്രത്യക്ഷനായി. ശിവൻ നിന്ന സ്ഥലത്ത് ഒരു ദിവ്യ ശിവലിംഗം സ്വയം പ്രത്യക്ഷപ്പെട്ടു. ഒരു വടവൃക്ഷത്തിന്റെ അടിയിൽ പ്രകാശിച്ചു നിന്ന ആ ലിംഗം ശ്രീ മൂലസ്ഥാനമായി മാറി. അവിടെയാണ് വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ ഉദയം. ശേഷം ആ ലിംഗം ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്ഥാപിച്ചു. ഇന്ന് 16 അടി ഉയരമുള്ള ലിംഗമായി ശിവനിവിടെ വാഴുന്നു. വർഷങ്ങളായി നടത്തുന്ന അഭിഷേകത്തിൽ നിന്നുള്ള നെയ്യ് ലിംഗത്തെ മുഴുവനായി മൂടിയിരിക്കുന്നു. ഇതൊരു ക്ഷേത്രമല്ല, പരശുരാമൻ കൊണ്ടുവന്ന ശിവന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഇന്നും തൃശ്ശൂരിന്റെ ഹൃദയത്തിൽ മഹാദേവൻ ജീവിക്കുന്നത്. ഓം നമഃ ശിവായ.